പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യതിരുനാമം ഈ പ്രഭാതത്തിൽ മഹിമപ്പെടുമാറാകട്ടെ. ഒരു പുത്തൻ പ്രഭാതം കൂടെ ആയുസ്സോടെ, ആരോഗ്യത്തോടെ, ബലത്തോടെ കർത്താവിനെ മഹത്വപ്പെടുത്തുവാൻ ദൈവമായ കർത്താവ് നമുക്ക് തന്നതോർത്ത് ദൈവനാമത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വേദവചന ധ്യാന ചിന്തയിലേക്ക് അടക്കുവാൻ ആധാരമായി ഒരു വചനം വായിക്കുവാൻ താല്പര്യപ്പെടുന്നു. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 41-ാമത്തെ അധ്യായം 18-ാമത്തെ വാക്യം. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടി ആ വാക്യം, ഐസിയ ചാപ്റ്റർ 41 വേഴ്സ് 18. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുകളും ആക്കും. 4 പ്രത്യേക സ്ഥലങ്ങളെക്കുറിച്ച് യെശയ്യാ പ്രവാചകൻ 41-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. 1, പാഴ്മലകൾ, വാക്ക് വിട്ടുപോകരുത്, പാഴ്മലകൾ. 2, താഴ്വരകളുടെ നടുവിലെ. 3, ഒരു മരുഭൂമി. 4, വരണ്ട നിലം. 4 സ്ഥലങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ട്രാൻസ്ഫോർമേഷൻ വരുത്തുന്ന, ചേഞ്ച് വരുത്തുന്ന 4 സ്ഥലങ്ങൾ. 1-ാമത്തെ സ്ഥലം പാഴ്മല എന്ന് പറഞ്ഞാൽ മലയാളത്തിലെ പാഴ് അല്ലെങ്കിൽ എന്ന് പറയുന്ന വാക്കിന് ഉപയോഗശൂന്യം എന്ന അർത്ഥം. ഉപയോഗശൂന്യമായി ആർക്കും വേണ്ടാത്ത ഇടങ്ങളെ നദികളാക്കി മാറ്റും. ഉപയോഗശൂന്യമെന്ന് ഇന്ന് ചിന്തിക്കുന്ന സ്ഥലങ്ങൾ, ഇന്ന് ചിന്തിക്കുന്ന വ്യക്തികൾ, എന്നെ ആർക്കും വേണ്ട, എന്നെ കൊണ്ടൊരു ഉപകാരമില്ല, എന്നെ ലോകത്തിന് വേണ്ട, മറ്റാർക്കും വേണ്ട എന്ന് ചിന്തിക്കുന്ന പാഴ്മലകൾ അല്ലെങ്കിൽ പാഴ് ജന്മങ്ങൾ, പാഴായിപ്പോയ ജീവിതം, പാഴായിപ്പോയി എന്ന് പറയുന്ന 1-ാമത്തേത് പാഴായിപ്പോയി എന്ന് പറയുന്നതിനെ ട്രാൻസ്ഫോം ചെയ്ത് അതിനെ നദിയാക്കി മാറ്റും. നദി എല്ലാവർക്കും ആവശ്യമുണ്ട്. അത് പ്രത്യക്ഷമായും പരോക്ഷമായും. നദിയിൽ നിന്ന് ജലസേചനം ആവശ്യമുണ്ട്, നദിയിൽ നിന്ന് വെള്ളം ആവശ്യമുണ്ട്, നദിയിൽ കൂടെ ട്രാൻസ്പോർട്ടേഷൻ നടക്കും. നദി ഇല്ലാതെ പോകുന്നിടത്ത് കൃഷിയോ വെള്ളമോ കൃഷിയോ ജീവജാലങ്ങളോ ഇല്ലാതെ പോകും. അതുകൊണ്ടാണ് 1-ാം സങ്കീർത്തനം പറയുന്നത്, അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വാടാത്തതുമായ വൃക്ഷം പോലിരിക്കും. നദി എന്ന് പറയുന്നത് അതേ പഴയ കാലഘട്ടങ്ങളിൽ അറിയാം. എല്ലാ സംസ്കാരങ്ങളും, സിന്ധു നദീതട സംസ്കാരം, ഈജിപ്ഷ്യൻ സംസ്കാരം ഉടലെടുത്തത് നൈൽ നദിയുടെ തീരത്താണ്. ഇന്ത്യയിലുള്ള സിന്ധു നദിയുടെ തീരത്താണ് ആ സംസ്കാരം ഉടലെടുത്തത്. ടൈഗ്രീസ് നദിയുടെ തീരത്താണ് ബാബിലോൺ സംസ്കാരം ഉടലെടുത്തത്. അപ്പോൾ എല്ലാ സംസ്കാരങ്ങളും ഉടലെടുത്തത് നദിയുടെ തീരത്താണ്. അപ്പോൾ ആ വചനം ഒന്നുകൂടെ ശ്രദ്ധിക്കണം. പാഴ്മലകളെ നദികളാക്കി മാറ്റും. ഉപയോഗശൂന്യമായതിനെ ദൈവം തമ്പുരാൻ ഉപയോഗമുള്ളതാക്കി, അതേ പ്രയോജനമുള്ളതാക്കി മാറ്റുന്ന 1-ാമത്തേത്. 2, താഴ്വരകളുടെ നടുവിൽ ഉറവുകളെ. താഴ്വരയിൽ ആവശ്യത്തിന് വെള്ളമുണ്ടാകും, പക്ഷെ ഉറവ ഉണ്ടോ എന്നുള്ളതാ പ്രശ്നം. അപ്പൊ ഈ താഴ്വരകളുടെ നടുവിൽ ഉറവുകളെ ഞാൻ ഒത്തിരി വിവരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അടുത്ത വാക്ക് പറയാം, മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയാക്കി മാറ്റും. അടുത്ത പദപ്രയോഗം മരുഭൂമി എന്ന് പറയുന്നത്. 1-ാമത്തെ മറക്കരുത്, പാഴ്മലകൾ, ഉപയോഗശൂന്യമായത്. 2-ാമത്തേത് താഴ്വരകളുടെ നടുവില് നീരുറവ. അതൊന്നുകൂടെ വിശദീകരിക്കാം. 3-ാമത്തേത് മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയാക്കും. മരുഭൂമി എന്ന് പറഞ്ഞാൽ ഒരിക്കൽ പോലും ആളുകൾ ഇഷ്ടപ്പെടാത്ത, ചൂട് മാത്രമുള്ള, വെള്ളമില്ലാത്ത, ഉണങ്ങി വറ്റി വരണ്ട, മൃഗങ്ങൾക്കോ ജീവജാലങ്ങൾക്കോ ജീവിക്കാൻ പറ്റാത്ത, ഈവൻ സസ്യങ്ങൾക്ക് പോലും പറ്റാതിരിക്കുന്ന, സസ്യ ജന്തു ജീവജാലങ്ങൾക്ക് പറ്റാതിരിക്കുന്ന ഒരു സ്ഥലമാണ് മരുഭൂമി എന്ന് പറയുന്നത്. ആ മരുഭൂമിയെ ദൈവം തമ്പുരാൻ നീർപ്പൊയ്കയാക്കി മാറ്റും. അതുകൊണ്ടാണ് ഹാഗാർ കുഞ്ഞിനെ ഒരു അമ്പിൻപാട് ദൂരത്തിട്ടിട്ട് ബേർശേബ മരുഭൂമിയിൽ എന്തു ചെയ്യുമെന്നറിയാതെ മുന്നോട്ട് പോകാൻ പറ്റാതിരിക്കുമ്പോൾ ആ മരുഭൂമിക്കകത്ത് അതേ കുഞ്ഞിന്റെ മരണം കാണണ്ട. മരുഭൂമിയെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ മരണം സംഭവിക്കുന്ന ഇടമാണ്. മരുഭൂമിയിൽ പ്രതീക്ഷയില്ല, മരുഭൂമിയിൽ വെള്ളമില്ല, മരുഭൂമിയിൽ പ്രതീക്ഷയില്ല. ആ മരുഭൂമിയെ തമ്പുരാൻ നീർപ്പൊയ്കയാക്കി മാറ്റും. മരുഭൂമിയെ നീർപ്പൊയ്കയാക്കി മാറ്റും. നീർപ്പൊയ്ക എന്ന് പറഞ്ഞാൽ അവിടെ ഒയാസിസ് ഉണ്ട്,
വൃക്ഷങ്ങൾ വളരും. മരുഭൂമിയെ ടോട്ടലി അവന്റെ മുഖച്ഛായ മാറ്റും, സാഹചര്യങ്ങളെ മാറ്റും. ഇന്ന് ഈ വചനം കേട്ടുകൊണ്ടിരിക്കും, മരുഭൂമിയുടെ അവസ്ഥാവിശേഷങ്ങൾ, മരുഭൂമിയുടെ ഭാവഭേദങ്ങൾ ഉണ്ടെങ്കിൽ മരുഭൂമിയെ മാറ്റി നീർപ്പൊയ്യാക്കുന്ന, എല്ലാവരും ആശിച്ചു വരുന്ന 42 സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, മാൻ നീർത്തോടിലേക്ക് ചെല്ലുവാൻ കാംക്ഷിക്കുന്നത് പോലെ, പുല്ലു തിന്ന് അല്ലെങ്കിൽ ആകാംക്ഷയോടെ വെള്ളത്തിനായി കാംക്ഷിക്കുന്നത് പോലെ മാൻ നീർത്തോടിലേക്ക്. അതാണ് മരുഭൂമി എന്ന് പറയുന്നതിനെ, ഇല്ല എന്ന് പറയുന്നതിനെ, ആർക്കും പ്രയോജനമില്ലാത്തതിനെ, വറ്റി വരണ്ടു പോയതിനെ അതിനെ നീർപ്പൊയ്കയാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കരം. ഈ വചനം കേൾക്കുമ്പോ ദൈവജനം ചിന്തിക്കണം, മരുഭൂമി എന്ന് പറഞ്ഞ് വറ്റിപ്പോയി, എന്റെ സാഹചര്യങ്ങൾ വറ്റിപ്പോയി, എന്റെ സോഴ്സുകൾ വറ്റിപ്പോയി, എനിക്കുള്ളതെല്ലാം നശിച്ചു തീർന്നുപോയി എന്ന് പറയുന്നിടത്ത് അതിനെ മരുഭൂമിയെ മാറ്റി നീർപ്പൊയ്യാക്കുന്ന ഒരു ദൈവത്തിന്റെ കരം. 4-ാമത്തെ വാക്ക് പറയുന്നത്, വരണ്ട നിലത്തെ നീരുറവയാക്കി മാറ്റും. വരണ്ട നിലത്തിനൊരു പ്രത്യേകതയുണ്ട്, അവിടെ കൃഷിക്ക് കൊള്ളത്തില്ല, അവിടെ കൃഷിക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഈ ഉൽപ്പത്തി പുസ്തകം 26-ാമത്തെ അധ്യായത്തിൽ പറയുന്ന, അബ്രഹാമിന്റെ കാലത്തുണ്ടായത് കൂടാതെ വീണ്ടും ഒരു ക്ഷാമം ഉണ്ടായി. അവിടെ നടയിലില്ല, നടാൻ പറ്റത്തില്ല, വിളയിറക്കാൻ പറ്റത്തില്ല, കൃഷി ചെയ്യാൻ പറ്റത്തില്ല. പക്ഷേ ആ ആണ്ടിൽ ഇസ്ഹാക്ക് വിതച്ചു. മരുഭൂമി അത് വരണ്ട നിലം, വരണ്ട നിലത്ത് ആരും വിതയ്ക്കത്തില്ല, അത് മണ്ടത്തരമായി പോകും, വളരത്തില്ല. പക്ഷേ വരണ്ട നിലത്തെ ദൈവം തമ്പുരാൻ അതിനെ നീർപ്പൊയ്കയാക്കി അതേ ഫലപുഷ്ടമായ പ്രദേശമാക്കി മാറ്റുന്ന ഒരു ദൈവത്തിന്റെ കരമുണ്ട്. വരണ്ട നിലത്തെ നീരുറവയാക്കി മാറ്റുന്ന ദൈവത്തിന്റെ കരം. ഇന്ന് നീ കാണുന്നത് വരണ്ട നിലമായിരിക്കും, നീ കാണുന്നത് വരണ്ട നിലമാണ്, ഇത് ഉണങ്ങിപ്പോകുന്ന വറ്റിപ്പോകുന്ന നിലമായിരിക്കും. പക്ഷേ ആ വരണ്ട നിലത്തെ തമ്പുരാൻ നീർപ്പൊയ്കയാക്കി മാറ്റുന്നത് അത് ഒറ്റ വാക്കി പറഞ്ഞാൽ, ആ ആണ്ടിൽ ഇസ്ഹാക്ക് വിതച്ചു, അത് 100 മേനി കൊയ്തു. കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാം. ഈ വചനം നമ്മെ ബലപ്പെടുത്തിട്ട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗീയ പിതാവേ, ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മുഖച്ഛായയെ മാറ്റുന്ന ദൈവത്തിൻ്റെ കരം, മുഖച്ഛായ മാറ്റുന്ന കർത്താവെ, ആ അവസ്ഥ ഭേദം വരുത്തുന്ന ദൈവത്തിൻ്റെ കരം, പച്ചവെള്ളത്തെ വീഞ്ഞാക്കുന്ന രൂപഭേദം വരുത്തുന്ന ദൈവത്തിൻ്റെ കരം ഈ ജനത്തോടു കൂടിയിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവസ്ഥകൾക്ക് മാറ്റം വരുത്തുന്ന, ട്രാൻസ്ഫോം ചെയ്യുന്ന കർത്താവെ, വിശ്വസിക്കുന്ന ഒരു മഹത്വം വെളിപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ കരം ജനത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. സകലവരെയും അനുഗ്രഹിക്കുന്നു. ഈ സന്ദേശം കേൾക്കുന്ന എല്ലാവരെയും ആത്മാവിൽ അനുഗ്രഹിക്കുന്നു. രക്തത്തിൻ്റെ മുദ്രയിൽ കൃപ വ്യാപരിക്കുന്നു. ആത്മാവിൽ ബലപ്പെടുത്തുന്നു. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ജനത്തെ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നപ്പ, മരുഭൂമിയെ മലർവാടിയാക്കുന്ന ദൈവത്തിൻ്റെ കരം ജനത്തെ ആശീർവദിക്കുന്നതിനായി സ്തോത്രം. തൃക്കരങ്ങളെ സമർപ്പിക്കുന്നു. പ്രാർത്ഥനയ്ക്കാൽ സ്തോത്രം. സകല മാനമോഹത്തോടെ എടുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവം കൂടെ ഇരിക്കട്ടെ. അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. അതുവരെ കർത്താവ് തൻ്റെ ചിറകിൻ്റെ മറവിൽ നമ്മെ വഹിക്കട്ടെ. God bless you all.